വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് അനുപമയും രാജീവനും വിവാഹിതരായത്. അനുപമയുടെ വിവാഹത്തിന്റെ തലേദിവസമാണ് ഇരുവരും ഒളിച്ചോടി വിവാഹം ചെയ്തത്. സഹദേവൻ എന്ന രാജീവന്റെ കൂട്ടുകാരനാണ് എല്ലാത്തിനും സഹായിയായി നിന്നത്. ഒടുവിൽ ഇരുവർക്കും ഇരട്ടക്കുട്ടികൾ ജനിക്കുകയും അതിലൊരു കുഞ്ഞിനെ വേണുവിനും ദേവിക്കും ഡോക്ടറിൻ്റെയും രാജീവിൻ്റെയും അറിവോടെയും സമ്മതത്തോടെയും നൽകുകയായിരുന്നു. തുടർന്ന് അമ്മയായ അനുപമ ഇതറിയുകയും രാജീവനായിട്ട് പിണങ്ങി പിരിയുകയും കുഞ്ഞിനെ അവരിൽ നിന്ന് തട്ടിയെടുക്കുകയും പോലീസ് പിടികൂടുകയും വേണുവിനെ തന്നെ തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വേണു ഇരുവരെയും വന്ന് കാണുകയും കുഞ്ഞിനെ തിരികെ നൽകാമെന്നും രാവിലെ വീട്ടിൽ വരാനും അനുപമയെ പറഞ്ഞേൽപ്പിച്ച് പോവുകയായിരുന്നു. തുടർന്ന് കുഞ്ഞിനെ തിരികെ വാങ്ങിക്കാനായി അനുപമ എത്തിയെങ്കിലും തന്നെക്കാളും അതേപോലെ സ്നേഹമുള്ള ഒരമ്മ അവനുണ്ടെന്ന് മനസ്സിലാക്കിയ അനുപമ തൻ്റെ കുഞ്ഞിനെ ഏൽപ്പിക്കുകയും തിരികെ മടങ്ങിപ്പോവുകയും ചെയ്തു. തൻ്റെ മകൻ അവരുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് അനുപമയ്ക്ക് ഉറപ്പായതോടെ ഒരമ്മയെ വേദനിപ്പിക്കേണ്ട എന്ന തീരുമാനവുമായി അനുപമ പോവുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വേണു ഹോസ്പിറ്റലിൽ വളരെയധികം ഗുരുതരമായ നിലയിൽ കഴിഞ്ഞപ്പോൾ താൻ മരിക്കുമെന്ന് ഉറപ്പ് വന്ന ഘട്ടത്തിൽ തൻ്റെ ഭാര്യയായ ദേവിയുടെ സത്യങ്ങളെല്ലാം മരണക്കിടക്കയിൽ വെച്ച് തുറന്നു പറയുകയാണുണ്ടായത്. തുടർന്ന് ദേവി ഉൾക്കൊള്ളാൻ കുറേ സമയമെടുത്തെങ്കിലും മനസ്സിനെ പാകപ്പെടുത്തുകയും മകനെ ഇത് അറിയിക്കണമെന്നും ഉറപ്പിച്ചു. ഒടുവിൽ വേണു മരിച്ചു 1-ാം ആണ്ട് ദിനം ദേവി തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിലിരുത്തി മകനോട് സത്യങ്ങൾ പറയാൻ തീരുമാനിച്ചു. തുടർന്ന് സത്യങ്ങളെല്ലാം കേട്ട മകൻ എല്ലാം ഉൾക്കൊണ്ടു. എന്നാൽ ആ മകന് അച്ഛനും അമ്മയും വളരെ വലുത് തന്നെയായിരുന്നു. എന്നായിരുന്നാലും ദേവി തന്നെ മകനോട് ആവശ്യപ്പെട്ടു, നിൻ്റെ അച്ഛനെയും അമ്മയും ഒരിക്കൽ കൂടി കാണാൻ പോകണമെന്ന്. എന്നാൽ രാജീവനും അനുപമയും തൻ്റെ ട്വിൻസിൽ ഒരു മകനായ കുഞ്ഞുമായിട്ട് വളരെയധികം സന്തോഷകരമായി ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ് തൻ്റെ മറ്റു മകൻ സത്യങ്ങളെല്ലാം അറിഞ്ഞ് അവരുടെ അടുത്തെത്തുകയും വളരെയധികം സെൻറ്റിമെൻ്റൽ ആയ ഒരു സീന് തന്നെയാണ് അവിടെ നടന്നിരുന്നത്. തുടർന്ന് അനുപമയും രാജീവും അനുപമയുടെ അമ്മയുടെയും സഹോദരിയുടെ ഭർത്താവിൻ്റെ അടുത്തേക്കും എത്തുകയും മകനെ കാണിക്കുകയും ചെയ്തു. നഷ്ടപ്പെട്ട മകനെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ രാജീവും അനുപമയും മകനുമായി എത്തിയത് തൻ്റെ അമ്മയുടെ സഹോദരിയുടെ മുമ്പിലായിരുന്നു. എല്ലാവർക്കും വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു അത്. അടുത്തതായി സഹദേവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. സഹദേവൻ ഒരു വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. ഇന്ദിര ഇപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെയാണ്. പുസ്തക വായനയൊക്കെയായി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അനുപമയോടും രാജീവിനോടും യാത്ര പറഞ്ഞ് തൻ്റെ മകൻ അമ്മ ദേവിക്കൊപ്പം പോയി എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാമല്ലോ എന്ന തീരുമാനവുമായാണ് മകൻ പോയത്. തൻ്റെ അമ്മ ദേവിക്ക് താൻ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യവും അവരെ ബോധിപ്പിക്കുകയും തനിക്കിപ്പോൾ 2 അമ്മമാരും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ അച്ഛനെയും ഒക്കെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് മകൻ. ഒപ്പം ഒരു സഹോദരനെയും കിട്ടിയതിൻ്റെ ഇനിയുള്ള കാലം എല്ലാവരും വളരെ സന്തോഷകരമായി തന്നെ മുമ്പോട്ട് പോകും.